ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മളത് എക്സാമിന് എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പൊളിറ്റിക്സിനകത്തുള്ള ഒരു പ്രത്യേകതയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എഴുതാനും ഉണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യം പറയാം. നമ്മൾ ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ പൊളിറ്റിക്സ് ഒരു കാരണവശാലും ഒരു ചോദ്യം പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണാപ്പാഠം പഠിക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുന്നു, അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് മുതൽ ലാസ്റ്റ് സെൻറ്റൻസ് വരെ ഞാൻ ഓരോ സെൻറ്റൻസും ബൈഹാർട്ടാക്കി പഠിക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും വേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കണം. പക്ഷേ എങ്ങനെ പഠിക്കണം, ജസ്റ്റ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കത് ഫുള്ള് വായിക്കാം. ഓക്കെ, വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മലയാളത്തിൽ തന്നെയായാലും നമ്മൾ അതൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടോപ്പിക് എടുക്കുകയാണ്, അതിനെ ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് നോക്കി ഒന്ന് വായിക്കുന്നു, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്താണ്, എന്നിട്ട് നമ്മളത് മലയാളത്തിലായാലും ഒന്ന് പറഞ്ഞു നോക്കുക. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇന്ത്യ പാക് വാർ എന്താണെന്നുള്ളത് നമ്മൾ വായിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പറഞ്ഞു നോക്കണം. എന്താണ്, ആരൊക്കെ തമ്മിലാണ് യുദ്ധം, എന്തായിരുന്നു റീസൺസ്, അതിലൊക്കെ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടായി, പിന്നെ അതിനുശേഷം എന്ത് ബുദ്ധിമുട്ടുകളാണ് പിന്നെ ഉണ്ടായത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ തന്നെ ഒന്ന് ആ കണ്ടന്റ് പറഞ്ഞു നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കത് അവിടെ സ്ട്രോങ് ആയിട്ട് അവിടെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കോളും. പിന്നെ ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്താൽ മാത്രം മതി, അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേണം ഓരോ ടോപ്പിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാൻ എൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളതാണ്, ആ ആശയം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കും അവിടെ എന്താ പറയുക, നന്നായിട്ട് തന്നെ സോളിഡ് ആക്കി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇനി പഠിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് എഴുതുമ്പോഴും നമുക്ക് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും എഴുതാമല്ലോ. അപ്പോൾ എഴുതുമ്പോഴും നമ്മൾ സ്വന്തം സെൻറ്റൻസിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ പലതിൻ്റെയും നമ്മൾ അത്യാവശ്യം നല്ല പാരഗ്രാഫുകളൊക്കെ നമുക്ക് എഴുതേണ്ടി വരും, പലതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൂടുതലായിട്ട് എഴുതേണ്ടി വരും. അതെല്ലാം നമ്മൾ ഈ കണ്ടൻറ്റ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള സ്വന്തം ലാംഗ്വേജിൽ എഴുതാനായിട്ട് നോക്കുക. ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്തവർക്ക് മലയാളത്തിലായാലും എഴുതാമല്ലോ, വേറെ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് വേണം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മൾ ഈ പോലെ എന്താ പറയുക, ഈ ക്ലാസ്സുകൾ കണ്ടോ അങ്ങനെ എന്തെങ്കിലും കണ്ട് ഓരോ ടോപ്പിക്കും ക്ലിയർ ചെയ്ത് വേണം പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പൊളിറ്റിക്സിനകത്ത് ഒരുപാട് വർഷങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്, അല്ലേ? ഓക്കെ, അപ്പോൾ ആ വർഷങ്ങളൊക്കെ എല്ലാ വർഷങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എങ്കിലും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ യുദ്ധങ്ങളെ പറ്റി പഠിക്കുമ്പോഴായിക്കോട്ടെ, ഇപ്പോൾ പ്ലസ് വൺ ആണെങ്കിൽ പല ആർട്ടിക്കിൾസ് പഠിക്കുന്നുണ്ട്, പിന്നെ എന്താണ്, പല നിയമങ്ങൾ വന്ന വർഷങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, കാരണം അത് വർഷങ്ങൾ നമുക്ക് വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ വരും ഒരിടത്തും വരത്തില്ല. നമുക്ക് ഈ ആൻസർ എഴുതുന്ന സമയത്തെ, ഇപ്പോൾ എസ് ആയിക്കോട്ടെ, ഷോർട്ട് എസ് ആയിക്കോട്ടെ, ഈ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഡിനോട്ട് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതൊരു എന്താ പറയുക, ഈ കുട്ടിക്ക് കുറേ കൂടി കാര്യങ്ങൾ അറിയാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ടീച്ചേഴ്സിന് ഉണ്ടാക്കും. ഓക്കെ, മീൻസ് എത്രയായാലും നമ്മളൊരു സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൻ്റെ വർഷം കൂടി ഡിനോട്ട് ചെയ്ത് പോകുന്നത് കുറച്ചുകൂടി നമ്മുടെ ആൻസറിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു പരിപാടിയാണല്ലോ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പം പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഓക്കെ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ പറ്റുന്നവർ കുറച്ച് വർഷങ്ങളെങ്കിലും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ പല ക്വസ്റ്റ്യൻസും പല ടോപ്പിക്സിനകത്തും കുറേ സബ് ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്, അല്ലേ? മീൻസ് എന്താ പറയുക, ഒരു ടോപ്പിക്കിനകത്ത് തന്നെ പല പല രീതിയിലുള്ള സബ് ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ആ പോയിന്റുകളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മീൻസ് അതായത് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 5 മെയിൻ ഫങ്ഷൻസാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ 5 പോയിന്റുകൾ നമ്മൾ പഠിക്കണം. പിന്നെ അതിനകത്തുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ കണ്ടന്റ് മനസ്സിലാക്കി സ്വന്തം ഭാഷയിൽ എഴുതാം. ഓക്കെ, പക്ഷേ ആ പോയിന്റുകൾ നമ്മളവിടെ മീൻസ് ഇങ്ങനെ സബ് ടോപ്പിക്സുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സബ് ടോപ്പിക്കുകളൊക്കെ നമ്മൾ സ്ട്രെസ് കൊടുത്ത് തന്നെ നമ്മൾ വായിച്ച് പഠിച്ചിട്ട് പോവാം. എക്സ്പ്ലനേഷൻ പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വരുന്ന ഒരു കാര്യമാണ് വൺ വേർഡ്സ്, അല്ലേ? വൺ വേർഡ്സ് ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ വൺ വേർഡ്സ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യക്തികളുടെ പേരൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തികളുടെ പേര്, ബുക്സിൻ്റെ പേര്, ബുക്സ് എഴുതിയ ഓതേഴ്സിൻ്റെ പേര്, ചില വർഷങ്ങൾ, ആർട്ടിക്കിൾസ്, ഓക്കെ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഇനി അത് എങ്ങനെയാണ് അറിയുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ PYQs നോക്കിയാൽ മതി വൺ വേർഡ്സിൻ്റെ. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഗൂഗിളിലൊക്കെ ഒരു 2018
18-19 അത് മുതൽ എങ്ങാണ്ട് നമുക്ക് എന്തായാലും ഒരു 5 വർഷത്തെ PYQs ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൺ വേർഡ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ നോക്കി പോവുക. പിന്നെ വൺ വേർഡ്സിനെ പറ്റി പിന്നെ ഒരുപാടായിട്ട് അങ്ങ് ബോധേഡാവേണ്ട, കാരണം നമ്മൾ ഈ ടോപ്പിക്സുകൾ കൃത്യമായിട്ട് പഠിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ വൺ വേർഡ്സും കവറായി പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് ഒരു 5 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ, ഷോർട്ട് എസ്സേ മോഡലിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ചോദിക്കുന്ന എന്താണോ അതുപോലെ അങ്ങോട്ട് ആൻസർ ചെയ്തും അല്ലേ, ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് എഴുതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് നമുക്കറിയാം 5 പോയിൻ്റ് ഉണ്ട്. സോ അത് ഒരു 5 മാർക്കിന് നമുക്ക് ചോദിക്കാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക, ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് എല്ലാം നമ്മൾ എഴുതും, എക്സ്പ്ലനേഷൻ എഴുതും, ആ രീതിക്കായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു 2-3 സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആവും നമ്മുടെ ആൻസർ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വന്നു, മീൻസ് എന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തു, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ് അത്രയും ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്താണ് ആ രീതിയിൽ ഒരു 2-3 സെൻറ്റൻസ് എഴുതിയിട്ട് പിന്നെ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പോയിന്റ്സും എക്സ്പ്ലനേഷനും എഴുതാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടി അതൊരു നമ്മുടെ ആൻസർ എന്താ പറയുക, കുറച്ചുകൂടി ഒരു ക്വാളിറ്റി കൂടും. ഓക്കെ, മീൻസ് അതായത് കുറച്ചുകൂടി നമുക്ക് സ്കോർ ചെയ്യാനും ഈസിയാണ് കേട്ടോ പല കാര്യങ്ങളും. പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ ഷോർട്ട് എസ്സേയിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എസ്സേ വരുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതണം. ഒരു പാരഗ്രാഫെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അത് എന്താ പറയുക, അത് ഫുള്ളി ഒരു എസ്സേ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ നോർമലി ഒരു ആൻസർ എഴുതുമ്പോൾ ഇത്തരത്തിലൊരു പാറ്റേണിൽ എഴുതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വരുന്ന ടെസ്റ്റ് പേപ്പറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ രീതിയിലൊരു 1-2 സെൻറ്റൻസ് കേട്ടോ, നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് ഒരു 1-2 സെൻറ്റൻസ് എഴുതിയിട്ട് പിന്നെ കറക്റ്റ് നമ്മുടെ ആൻസറിലോട്ട് പോവുക. ഓക്കെ, അത് ഭയങ്കരമായിട്ട് വലുതായിട്ടൊന്നും എഴുതണ്ട, ബ്രീഫായിട്ട് ആ രീതിയിലൊന്ന് എഴുതി നോക്കി നോക്കും. പിന്നെ നമ്മൾ എസ്സേ വരുമ്പോൾ 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ എന്തായാലും മസ്റ്റായിട്ട് എഴുതുക. ഒരു പാരഗ്രാഫെങ്കിലും മിനിമം ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് പിന്നെ കാര്യം കണ്ടന്റിലോട്ട് പോവുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ കണ്ടന്റ് നമ്മൾ എഴുതുമ്പോൾ അത്യാവശ്യം നമ്മൾ വിശദമായിട്ട് തന്നെ എഴുതണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, ആ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒന്ന് എസ്സേ കൂടി എഴുതുക. ഇപ്പം നമുക്കിപ്പോൾ 73rd 74th അമെൻമെൻറ്റ് നമ്മുടെ എസ്സേക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ 73rd എന്ന് പറയുമ്പോൾ മറ്റേ ലോക്കൽ ബോഡീസ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി തുടങ്ങാണ്ട് നമ്മൾ ആദ്യം ജസ്റ്റ് എന്താ പറയുക, അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. മീൻസ് അതായത് ലോക്കൽ ബോഡി ഗവൺമെൻറ്റ്സ് ഏത് സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്, ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കുന്നത്, നമ്മുടെ ലോർഡ് റിപ്പൻ്റെ കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. സോ ആ കാര്യം മുതലേ ഒന്ന് എഴുതി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീൻസ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അവിടെ ഫുൾ മാർക്ക്, അവിടെ 8 മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതുമ്പോൾ ഇപ്പോൾ 73rd 74th ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്താൽ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അല്ലേ, അതായത് ഇതിലൂടെ എന്ത് മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്, മീൻസ് സ്ത്രീകൾക്കൊക്കെ കുറേ അവകാശങ്ങൾ റിസർവേഷനൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ അതൊക്കെ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് പിന്നീട് ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ ഒരു കൺക്ലൂഷനും കൂടി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ സൂപ്പർബാണ്. അവിടെ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. ഉറപ്പായിട്ട് നമ്മൾ കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഫുൾ മാർക്ക് തരും. ഓക്കെ, പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ PYQs എന്തായാലും പൊളിറ്റിക്സിൻ്റെ എല്ലാവരും ഒന്ന് നോക്കണം. കാരണം ഒരു 5 വർഷത്തെങ്കിലും മിനിമം നിങ്ങൾ നോക്കിയിട്ട് പോവുക. കാരണം എന്താ പറയുക, പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് പൊളിറ്റിക്സിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പാറ്റേണൊക്കെ മാറുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ PYQs എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെന്താ, വൺ വേർഡ്സും ഫുള്ള് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതിനൊക്കെ മാക്സിമം എന്താ പറയുക, വെയിറ്റേജ് കൊടുത്ത് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എസ്സേസും ഉൾപ്പെടെ, എസ്സേസൊക്കെ പലതും നമുക്ക് ഇങ്ങനെ കറക്റ്റ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എസ്സേസ് ഉണ്ട്. +1 ഉണ്ട്, +2 ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അത്രയൊക്കെ മതിയാവും. ഓക്കെ, പിന്നെ പലതിനും നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതിൽ വേറെ വിഷയം വരില്ല. പിന്നെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു 2 to 3 സെൻറ്റൻസ് അത് മതി. ഓക്കെ, മിനിമം 2 സെൻറ്റൻസ്, മാക്സിമം ഒരു 3 സെൻറ്റൻസ്. 3 സെൻറ്റൻസിനപ്പുറം പോവേണ്ട കാര്യമില്ല. പിന്നെ 4 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പേജിൻ്റെ പകുതി, ഓക്കെ, ഒരു ഹാഫ് പേജ് അല്ലെങ്കിൽ ഒരു 3/4 പേജ് അത്ര വരെ മതി.
ഒരു പേജ് ഫുള്ള് നമുക്ക് ആവശ്യമില്ല 4 മാർക്കിന്, ഒരു 3/4 പേജൊക്കെ മതിയാവും. അതാണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേജും ബാക്കിലത്തെ പേജിൻ്റെ ഒരു എന്താ പറയുക പകുതി കൂടി നമുക്ക് എഴുതാം. അതായത് ഒരു 1.5 പേജൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ആ രീതിയിൽ. 8 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ 2.5 പേജൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്ര വേണോ 8 മാർക്കിൻ്റെ എഴുതാം. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊക്കെ +2 പഠിച്ചിരുന്നപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മാർക്കിന് ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഏറ്റവും പെട്ടെന്ന് എഴുതി തീർത്തിട്ട് മീൻസ് 1 വേർഡ്സ് മുതൽ ഷോർട്ടസ്റ്റ് വരെയുള്ള ചോദ്യങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് എഴുതി തീർത്തതിന് ശേഷം 8 മാർക്കിൻ്റെ ഒരുപാട് സമയം കൊടുത്ത് എഴുതുമായിരുന്നു. മീൻസ് 2.5 പേജ് ഒന്നുമല്ല, അത്യാവശ്യം പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പിന്നെ പൊളിറ്റിക്സ് ആകുമ്പോൾ നമുക്ക് പലതും ഈ സംഭവങ്ങളൊക്കെയാണല്ലോ വരിക. ഇപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതുമായിരുന്നു. 3 പേജോ 3.5 പേജോ ഒക്കെ. അപ്പോൾ നമുക്കത് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ കൺവീനിയൻസിനനുസരിച്ച് എഴുതാം. 2.5 പേജ് എന്തായാലും നമുക്ക് ഒരു സേഫാണ് 2.5 പേജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു 3 4 എത്ര വേണം നിങ്ങൾക്ക് എഴുതാം. പിന്നെ ടൈമൊക്കെ നോക്കിക്കോണം കേട്ടോ. പിന്നെ ലാസ്റ്റ് പിന്നെ ചോയ്സ് എഴുതുന്ന ഒരു കാര്യം. ചോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. കാരണം അത് നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. മീൻസ് എല്ലാം അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഷുവർ ചെയ്തതിന് ശേഷം മാത്രം, അതായത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഫ്രീ ടൈം ആണ് എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ചോയ്സിലോട്ട് പോവുക. അതാണ് എനിക്ക് പറയുന്നത്. ചോയ്സ് എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ എഴുതി പോകണ്ട. മീൻസ് ആവശ്യമുള്ളതൊക്കെ ആദ്യം എഴുതുക. അതെല്ലാം ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ലാസ്റ്റ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോയ്സ് നിങ്ങൾക്ക് എഴുതാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാരഗ്രാഫുകൾ തിരിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു പേജിൽ എല്ലാം കൂടി ഒറ്റ പാരഗ്രാഫായിട്ടൊക്കെ എഴുതി വെക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്. പാരഗ്രാഫുകൾ തിരിച്ച് തന്നെ ഇപ്പം 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയൊക്കെ ഷോർട്ട് എസ്സേ ചോദ്യങ്ങളായിക്കോട്ടെ എല്ലാം അങ്ങനെ പാരഗ്രാഫുകൾ തിരിച്ച് നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ കാണാപ്പാഠം പഠിക്കാൻ നിൽക്കരുത്. കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് പോവുക. ഈ എക്സ്പ്ലനേഷൻസ് ആയിട്ടൊക്കെ എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ ഓൺ സെൻറ്റൻസിൽ എഴുതുക, മാർക്ക് അനുസരിച്ച് എഴുതുക, ടൈം നോക്കി എഴുതുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വരാമെന്നുണ്ടെങ്കിലും പിന്നെന്താ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് വീഡിയോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.